Assalamu alaikum. In our last class, we have studied about bones, and today's class we will be studying about joints and the different types of joints. So, what is a joint? Joint is a place where two or more bones are connected. എന്താണ് രണ്ടോ അതിൽ അധികം വരുന്ന ബോൺസ് എന്ത് ചെയ്യുന്നത് കണക്ട് ചെയ്യുന്ന ആ ഒരു പ്ലേസിനെയാണ് എന്തെന്ന് പറയുന്നത് ജോയിന്റ് എന്ന് പറയുന്നത്. ഇഫ് യു ലുക്ക് ഹിയർ അവർ നീ ഈസ് ബീൻ ജോയിൻഡ് ബൈ ടു ബോൺസ്. ഇന്നലെ ആംസിൻ്റെ കാര്യം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ലോങ് ബോണും പിന്നെ ഷോർട്ട് ബോണും കൂടി ജോയിൻ ചെയ്താണ് നമ്മുടെ നീ ഫോം ആവുന്നതെന്ന് പറഞ്ഞു. സോ ഹൗ ഇറ്റ് ഈസ് കണക്റ്റഡ്? ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ എ place that is known as joint. So what are joints? A joint is a place where two or more bonds are connected. രണ്ടോ അതിൽ കൂടുതൽ ബോൺസ് കണക്ട് ചെയ്യുന്ന പ്ലേസിനെയാണ് എന്തെന്ന് പറയുന്നത് ജോയിന്റ് എന്ന് പറയുന്നത്. So now if you want to raise your hands, you can raise your hands, you can fold your hands like this, right? So how can we move our bones like that? A special fluid at the joints acts as a lubricant ആയിട്ട്, അതായത് നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള മൂവിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സ്പെഷ്യൽ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നു. ആ സ്പെഷ്യൽ ഫ്ലൂയിഡിൻ്റെ പേരാണ് ലിഗമെൻറ്റ്. സോ വാട്ട് ഈസ് എ സ്പെഷ്യൽ ഫ്ലൂയിഡ് നോൺ ആസ്? ഇറ്റ് ഈസ് നോൺ ആസ് ലിഗമെൻറ്റ്. അതായത് നമ്മുടെ ബോൺസ് ഇപ്പോൾ ഒരു ബോൺ, ഈ ബോണും ഈ താഴെ നിന്നുള്ള ഒരു ബോണും കണക്ട് ചെയ്യുന്ന ഇവിടെ നിന്നൊരു ലെയർ കാണും. ഇങ്ങനെ ഒരു ലെയർ വെച്ചായിരിക്കും ഈ രണ്ട് ബോൺസിനെയും രണ്ട് ഭാഗത്തും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് യു ക്യാൻ സീ ദാറ്റ് ഇമേജ്. സോ ദോസ് ടു സ്പെഷ്യൽ ഫ്ലൂയിഡ് ഈസ് നോൺ ആസ് ലിഗമെൻറ്റ്സ്. ആ സ്പെഷ്യൽ ഫ്ലൂയിഡിനെയാണ് എന്തെന്ന് പറയുന്നത്, അതായത് ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്പെഷ്യൽ ഫ്ലൂയിഡിനെയാണ് എന്തെന്ന് പറയുന്നത് ലിഗമെൻറ്റ്. സോ വാട്ട് ഈസ് ലിഗമെൻറ്റ്? എ സ്പെഷ്യൽ ഫ്ലൂയിഡ് അറ്റ് ദ ജോയിൻറ്റ്സ് ആക്ട്സ് ആസ് ലൂബ്രിക്കൻ്റ് ആയിട്ട്, അതായത് നമ്മുടെ ബോൺസിൻ്റെ മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ലൂബ്രിക്കൻ്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ലിഗമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ജോയിൻറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു two types. First one is movable joint and second one is immovable joint. എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മൂവബിൾ ജോയിൻറ്റും സെക്കൻഡ് ഇമ്മൂവബിൾ ജോയിൻ്റ് ആണ്. അതിൽ ഈ മൂവബിൾ ജോയിൻറ്റ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 4 types. That is hinge joint, ball and socket joint, pivot joint and gliding joint. So joints are mainly classified into two, that is movable joint and immovable joint. Movable joint is again classified into 4, that is hinge joint, ball and socket joint, pivot joint and gliding joint. And first joint is hinge joint. So first movable joint is hinge joint. What is this hinge joint? എന്താണ് നമുക്ക് ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ജോയിൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുന്നത്. സോ മൂവ് ദം ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, സ്ട്രെയിറ്റ് ദം ഓർ ബാക്ക് ടു ദെയർ ഒറിജിനൽ പൊസിഷൻ. ഇപ്പോൾ ഹാൻഡ്സിൻ്റെ കാര്യം എടുത്താൽ നമുക്ക് നേരെയും പിന്നെ ഫോൾഡ് ചെയ്യാനും പറ്റും, ഇങ്ങനെ മാത്രം. അതായത് ഫോൾഡ് ചെയ്യാനും പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലെവലിലും കീപ്പ് ചെയ്യാൻ പറ്റും. അതായിരിക്കും എന്തെന്ന് പറയുന്നത് ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുന്നത്. സോ hinge joint is we can move only in one direction. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് വേർ വി ക്യാൻ ഫൈൻഡ് ഹിഞ്ച് ജോയിൻ്റ്? ഐ ഷോഡ് യു. ഫസ്റ്റ് വൺ is elbow joint, and then we can find hinge joint in knee joint, and third is toe joint.
etc. So hinge joint we can find in elbow joint, knee joint. Knee joint ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. നമുക്ക് ഇവിടെ നീ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോൾഡ് ചെയ്യാനും പറ്റും, സ്ട്രെയിറ്റ് ചെയ്യാനും പറ്റും. വേറെ ഒരു ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിനെ മൂവ് ചെയ്യാൻ പറ്റില്ല. സോ only in one direction we can move the hinge joint only in one direction, and examples of hinge joint are elbow joint, knee joint, toe joint, etc. Okay, the next one is ball and socket joint. So what is ball and socket joint? Ball and socket joints are more flexible. എന്താണ് നമ്മൾ പറഞ്ഞ ഹിഞ്ച് ജോയിന്റിനെ കാട്ടിലും അല്ലെങ്കിൽ മറ്റുള്ള ജോയിന്റ്സിനെ കാട്ടിലും ഒരുപാട് ഫ്ലെക്സിബിൾ ഏതായിരിക്കും? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. സോ ദേ ആർ മോർ flexible. So this ball and socket joint, they are more flexible and we can move them in many directions. So what about hinge joint? Hinge joint can move only in one direction. At the same time, ball and socket can move in many directions. Compare ചെയ്ത് പഠിക്കാം. So ball and socket joint, it is more flexible. Hinge joint നെ കാട്ടിലും ഒരുപാട് മൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റുന്നത് ഏതിനാണ്? Ball and socket jointനാണ്. So how these are connected? I mean like a ball and socket joint. How it got its name? Ball and socket joint. One of the bone in the joint has a structure like a hollow cup or socket. അതായത് രണ്ട് ബോൺസ് ജോയിൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ അതിൽ ഒരു ബോണിൻ്റെ കണക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ചിലപ്പോൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ the first bone, it might be having a hollow structure like this. It might be having a hollow structure, and another bone will be having a ball like structure, and that ball like structure is fixed into the first bone. ആ ball like structure മറ്റ് മുകളിലുള്ള ബോണിൻ്റെ എന്താണ് ഹോളോ സ്ട്രക്ചറിലോട്ട് ഫിക്സ് ആവുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്നത്. കാരണം ഹോളോ സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് അവിടെ ഒരു സോക്കറ്റ് ഉണ്ട്. അതേപോലെ അടുത്ത ബോണിൻ്റെ ബോൾ ടൈപ്പ് സ്ട്രക്ചർ എന്താണ്? ആ ഹോളോ സ്ട്രക്ചറിനകത്തോട്ടാണ് ഫിക്സ് ആവുന്നത്. അപ്പോൾ ബോൾ ലൈക്ക് സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് എന്ത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. സോ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആർ മോർ ഫ്ലെക്സിബിൾ ആൻഡ് ദേ ക്യാൻ മൂവ് ഇൻ മെനി ഡയറക്ഷൻസ്. ഏത് ഡയറക്ഷൻ, ഒരുപാട് ഡയറക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് ജോയിൻ്റ് ഈസ് pivot joint. And what is this pivot joint? A pivot joint is another flexible joint. നമുക്ക് അടുത്ത ഒരു flexible joint ആണ് എന്താ? This is also a flexible joint. We can find നമ്മുടെ നെക്ക് സൈഡിൽ വരുന്നത്, അതായത് നമ്മുടെ ബാക്കിൽ നെക്ക് സൈഡിൽ വരുന്നതാണ് എന്ത്? പിവറ്റ് ജോയിന്റ്. ഇപ്പം നമുക്ക് ഹെഡ് എങ്ങനെ സൈഡ് വൈസും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന എന്തിൻ്റെ സഹായത്തോടെയാണ്? പിവറ്റ് ജോയിൻറ്റിൻ്റെ സഹായത്തോടെ. സോ വി ക്യാൻ മൂവ് അവർ ഹെഡ് സൈഡ് വൈസ്. മൂവ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും? മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് സൈഡ് വൈസ്. So pivot joint is also a flexible joint. It helps to move our head up and down. കണ്ടോ, നമുക്ക് ഇങ്ങനെയും മൂവ് ചെയ്യാം, ഇതേപോലെയും നമുക്കിപ്പോൾ കുനിഞ്ഞാണെങ്കിലും ചെയ്യാം, അതേപോലെ നമുക്ക് സൈഡ് വൈസ് ഒക്കെ ചെയ്യാമല്ലോ. അത് ഏത് ജോയിൻ്റ് ആണ്? പിവറ്റ് ജോയിൻറ്റിലാണ്. സോ പിവറ്റ് ജോയിൻറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ജോയിൻറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ദ മൂവ്മെൻറ്റ് ദാറ്റ് ഇസ് അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് സൈഡ് വൈസ്. സൈഡ് വൈസും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉള്ളത് ഏതിനാണ്? പിവറ്റ് ജോയിൻറ്റിനാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. എന്താണ് ഗ്ലൈഡിംഗ് ജോയിന്റ്? സോ 4 types of joints are there, right? First one was hinge joint, second one was ball and socket joint, and the third one is pivot joint, and the last one is gliding joint. It is also one of the free moving joints present between the small bones such as vertebrae, wrist or ankle. നമ്മുടെ വിരലുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും, അതേപോലെ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാനും പറ്റും. ഇങ്ങനെയുള്ള എന്താണ് ഷോർട്ട് ബോൺസിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലൈഡിംഗ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് ബോൺസിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നതാണ് ഏത്? ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. സോ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ
ankles, vertebrae, etc. So these gliding joint is found in ankles, vertebrae and etc. They also enabled us to bend, twist, turn sideways, back. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ നമുക്ക് വിരലുകൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റൂലേ. സോ ദീസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ക്യാൻ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്ലൈഡിങ് ജോയിൻറ്റ്. ഗ്ലൈഡിങ് ജോയിൻറ്റിൻ്റെ ഹെൽപ്പോടെയോടെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നത്. സോ ദർ ആർ 4 types of movable joints, that is hinge joint, ball and socket joint, pivot joint and gliding joint. And in this, hinge joint means we can move only in one direction. Examples are elbow joint, knee joint, toe joint, etc. And ball and socket joint means it is more flexible and we can move in any direction. Like a hollow structure and a ball-like structure of bones are connected together, and that's why it got its name as ball and socket joint. And the next one is pivot joint. Pivot joint is also a flexible joint, and the movement, how is the movement of pivot joint? We can move it up and down. And then up and down movement in cheyam, and we can move it sideways. And last one was gliding joint. Gliding joint means we can twist, turn or anything, any direction. It is also a flexible joint, and the example is ankles and vertebrae. So that's it for today. Thank you.